ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോന മണേൻ ഒഫീഷ്യൽ. ഉണ്ണിമൂന്നൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. തൻ്റെ മുൻ മാനേജറായ ബിബിനെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും മോശകരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണിമൂന്നൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു. ഞാനത് ഫേസ് ചെയ്തു. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിലും പോയിട്ടുണ്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ഓരോ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഓടിപ്പോയത്? എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ? വേറെ ഐ ഡോണ്ട് നോ റിയലി. ഞാൻ ടു ബി ഓണസ്റ്റ്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും. തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ബിബിൻ ചെയ്ത കാര്യങ്ങളെ തുടർന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ബിബിനെ വിളിച്ചു വരുത്തിയെന്നും അതിൻ്റെ ഇടയിൽ പ്രകോപനപരമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഉണ്ണിമൂന്നൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകെ സംഭവിച്ചത് ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുന്ന സംഭവമാണ്. അത് ഉണ്ണിമൂന്നൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കയിലെ മെമ്പർ പോലും അല്ല. അല്ലാതെ അതിൻ്റെ ഇടയിൽ മർദ്ദിക്കുകയോ മോശകരമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൻ വളരെ ഇമോഷണലായിട്ടാണ് ബിബിനോട് സംസാരിച്ചതെന്നാണ് ഉണ്ണിമൂന്നൻ പറയുന്നത്. തൻ്റെ സഹപാഠികളായ ആരെയും താൻ മോശകരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഇതെല്ലാം കെട്ടിച്ചമച്ചതെന്നാണ് ഉണ്ണിമൂന്നൻ മാധ്യമങ്ങളോട് പറയുന്നത്. ബിബിൻ പോകുന്നതിന് മുന്നേ വളരെ ഇതിൽ ഇമോഷണലായിട്ട് തന്നെ സോറിയൊക്കെ പറഞ്ഞിട്ടാണ് ബിബിൻ പോയെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു പരാതി ഉണ്ടായത്. എനിക്കിതിൽ കൂടെ മനസ്സിലാവുന്നത് ഒരാളുടെ ഭാവി ഒരു വ്യക്തി എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. അതാണ് ഇയാളുടെ പേരിൽ പല രീതിയിലും ഇവിടെ നടത്തുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും ഗൈസ്.